കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് പയർ, ക്യാരറ്റും എരിശ്ശേരിയാണ്. നാളികേരം വറുത്തിട്ടിട്ടുള്ള എരിശ്ശേരിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരളവിൽ ഞാൻ പയറെടുത്തിട്ടുണ്ട്. ഇത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി കഴുകി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 6 വിസിലടിച്ച് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 6 വിസിലടിക്കണ വരെ നോക്കാം. ഇപ്പോൾ 6 വിസിൽ ആവാറായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. പയർ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ പരുവത്തിൽ നമുക്ക് പയർ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞ് വെച്ചേക്കണ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണ് ഈ ഒരു അളവിലാണ് ഞാൻ മുളക് പൊടി ചേർക്കണത്. ഇത്രയും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഈ ഒരളവിൽ ഉപ്പാണ്. ഉപ്പ് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പം ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയതിന് ശേഷം കുക്കർ അടച്ച് നമുക്കൊരു വിസിൽ അടുപ്പിക്കാം. ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിക്കൂട്ടിന് വേണ്ട സാധനങ്ങളാണ് ഇവിടെ എടുത്തേക്കണത്. അതിനായിട്ട് ഒരു 1/2 മുറി നാളികേരം ചിരകിയതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് കൂടുതൽ കറിക്ക് ആവശ്യത്തിനുള്ള നാളികേരം കൂടുതൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇത് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂണ് നല്ല ജീരകമാണ്. 1/4 ടീസ്പൂണ് നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 വെളുത്തുള്ളിയാണ്. 2 വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരപ്പ് തയ്യാറാക്കാം. വിസിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു വിസിലായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. ഒരു വിസിൽ മാത്രം അടിച്ചാൽ മതി. ക്യാരറ്റ് ആയിക്കൊണ്ട് പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അതുകൊണ്ട് ഒരു വിസിലടിച്ച് തീ ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്യാം. ഒരു വിസിലായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. കറിക്കൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചേക്കണ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് അരപ്പൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം തീ നമുക്ക് ഓഫ് ചെയ്യാം. നന്നായി തിളച്ച് വരുന്നുണ്ട്. നല്ലൊരു കറിക്കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഉപ്പും മുളക് പൊടിയും ഒക്കെ നമുക്ക് എരിവൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ആയോന്ന് നോക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്ത് കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. നന്നായിട്ട് നന്നായി തിളച്ച് കറിക്കൂട്ടിൻ്റെ രുചി കളയാൻ പാടില്ല.
ഒരു തള വന്നു കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് വറവ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് ചീനച്ചട്ടി വെച്ച് കൊടുക്കുക. ചീനച്ചട്ടി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുന്ന സമയത്ത് കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കണം. തീ കുറച്ച് കൊടുത്തതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പെട്ടെന്ന് കടുക് കരിഞ്ഞ് പോകും തീ കൂടി കഴിഞ്ഞാൽ. ഇനി വേണ്ടത് അതിലേക്ക് നമ്മൾ മുഴുവൻ മുളകാണ്, പിരിയൻ മുളക് ഇങ്ങനെ നടു പൊട്ടിച്ച് ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കരിഞ്ഞ് പോകരുത്, അതുകൊണ്ടാണ് തീ കുറച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. ഇനി കുറച്ച് നാളികേരം ചെരുകി വെച്ചതിൽ നിന്ന് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക. ഒന്ന് അല്പം ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. ബ്രൗൺ കളറിലായിട്ട് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. കരിഞ്ഞ് പോകരുത്. തീ ഒന്ന് ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്കതിലേക്ക് ഈ കൂട്ടിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കറിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബ്രൗൺ കളറിൽ നമുക്ക് വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറിക്കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് നടുക്കായിട്ട് വേണം ഈ വറുത്ത് കോരിയ ഈ കടുകും മുളകും നാളികേരവും വേപ്പിലയൊക്കെ ചേർത്തത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്കിത് നടുക്കായിട്ട് ഇട്ട് കൊടുക്കാം. നടുക്ക് ഇട്ട് കൊടുക്കണം. നമുക്ക് വറുത്തെടുത്ത ചേരുവകളൊക്കെ കറിയുടെ നടുക്ക് വേണം നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. കറി ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ലൊരു ടേസ്റ്റുള്ള ഒരു കറിയാണ്. നിങ്ങളിത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ക്യാരറ്റും ഉണക്കപ്പയറും കൂടിയിട്ടുള്ള ഒരു എരിശ്ശേരിയാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു കറിക്കൂട്ടാണ്. ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഇത് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെനിക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി അമർത്തുക.